പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പേടിയുണ്ടോ? നമ്മുടെ കൊച്ചു കേരളത്തിൽ മിക്കവരും പറയും പേടിയില്ല എന്ന്. എന്തിനാ പേടിക്കുന്നു ചെയ്യും. പക്ഷെ നമ്മൾ പേടിക്കണം. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ കോട്ടയത്ത് നമ്മുടെ മാങ്ങാനത്ത് സ്കൈലൈൻ്റെ പാമഡോസ് എന്ന് പറഞ്ഞ ഒരു വില്ലയിലൊരു മോഷണം നടന്നു. നിങ്ങളെല്ലാം മാധ്യമത്തിലൂടെ അറിഞ്ഞു കാണും. അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു. കാരണം ഒരു വില്ലയിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഏറെക്കുറെ 50 പവൻ സ്വർണമാണ്. ഏറെക്കുറെ അരക്കോടി രൂപ അടുത്താണ് ഈ വീട്ടിൽ നിന്ന് മോഷണം പോയത്. ഒരു വില്ല ഒരു ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്നത് ആൾക്കാർ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ സ്ഥലവുമാണ്. കാരണം 24 മണിക്കൂർ സെക്യൂരിറ്റി, അതുപോലെ രണ്ടാൾ പൊക്കത്തിലുള്ള മതിൽക്കെട്ടുകൾ. ഈ മതിൽക്കെട്ടുകളൊക്കെ ചാടിക്കടന്ന് ഈ വീട്ടിലൊരു മോഷണം അല്ലെങ്കിൽ ഒരു കൊലപാതകങ്ങളൊക്കെ നടക്കുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ ചിന്തിച്ചാലുണ്ടോ? പക്ഷേ അത് നമ്മുടെ കോട്ടയത്ത് നടന്നു. അതാണ് നമ്മൾ പേടിക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ വേറെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ തൊട്ട അയൽവക്കത്തൊരു വീട്ടിലൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അത് അവിടെയല്ല നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം കോട്ടയത്ത് നടക്കുമ്പോഴത്തേനും പറയും അയ്യോ അത് കോട്ടയത്തല്ല നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും അത് പാലായിലല്ല നടന്നത്. പക്ഷെ നമ്മൾ പേടിക്കണം. കാരണം ഇതൊക്കെ നമ്മുടെ വീടുകളിലും സംഭവിക്കാവുന്നതാണ്. കാരണം ഇതൊക്കെ ഒരു വലിയൊരു നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചോദിക്കുന്നത് എന്തിനാ വന്നേ, എവിടുന്നാ വന്നേ എന്നൊക്കെ തിരക്കുമായിരുന്നു. ഇന്നിപ്പം നമ്മളിപ്പം സാധാരണ ഇപ്പം ഞാൻ പല വഴിയിലും പോകുന്നതാണ്. നമ്മളൊക്കെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീട് ഏതാന്ന് അല്ലെങ്കിൽ ഇന്നയാടെ വീട് ഏതാന്ന് ചോദിക്കാൻ പോലും ഒരാളെ പോലും വീടിന് വെളിയിൽ കാണത്തില്ല. അതിപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ്. കൂടുതലും റോഡിൽ കൂടെ നടക്കുന്നത് നമ്മൾ കാണുന്നത് അന്യ സംസ്ഥാനക്കാരാണ്. പക്ഷെ നിങ്ങൾ പേടിക്കണം. ഈ അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികളെ ഒന്ന് കാണുക. സ്കൈലൈൻ്റെ പാമെഡോസ് എന്ന് പറഞ്ഞ വില്ലയിലെ മോഷണം. പുതുപ്പള്ളി കഞ്ഞിക്കുഴി റോഡില് തുരുത്തേപ്പാലം കഴിഞ്ഞ് സ്വല്പം മുന്നോട്ട് പോകുമ്പോഴത്തേന് വലത്തോട്ട് തിരിയുന്നിടത്താണ് സ്കൈലൈൻ്റെ പാമെഡോസ് എന്ന് പറഞ്ഞ വില്ല സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം 24 മണിക്കൂറും സെക്യൂരിറ്റി സംവിധാനമുണ്ട്. അതുപോലെ ഈ വില്ലയുടെ മുൻവശത്ത് 4-5 ക്യാമറകളുണ്ട്. അത്രയ്ക്കും സുരക്ഷിതമായ ഒരു വില്ലയാണിത്. ഈ വില്ലയിലും തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കുണ്ട്, വെൽനസ് ക്ലിനിക്ക്. അവിടെയാണ് മോഷണം നടന്നത്. എന്നാൽ ഈ സ്കൈലൈൻ്റെ ഈ വില്ലയിൽ നിന്നാണ് ഏറെക്കുറെ 50 പവൻ സ്വർണം കൊണ്ടുപോയത്. ഒരാൾ പൊക്കത്തിലും അതിലും 24 മണിക്കൂറും സെക്യൂരിറ്റിയുള്ള ഈ വില്ലയിൽ എങ്ങനെ മോഷണം നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ മോഷ്ടാക്കൾ കടന്നു എന്ന് പറയുന്ന വഴി ഇതാണ്. നമ്മുടെ കഞ്ഞിക്കുഴി റോഡിൽ തന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. റോഡ് സൈഡിൽ തന്നെ ആ ഫ്ലാറ്റിൻ്റെ ഇരുവശങ്ങളും കാട് പിടിച്ച് കിടക്കുകയാണ്. നല്ല കാട് തന്നെയാണ്. പക്ഷേ ഈ മോഷ്ടാക്കൾ തിരഞ്ഞെടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞത് ഈ പരിസരങ്ങളിൽ ക്യാമറ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ നടന്നു പോയാൽ നേരെ ഈ വില്ലയുടെ പുറകുവശത്ത് വരാം. സാധാരണ വില്ലയുടെ ഫ്രണ്ട് വശത്താണ് സുരക്ഷാ സംവിധാനങ്ങളും ക്യാമറയും സെക്യൂരിറ്റി ഉള്ളത്. പുറകുവശത്ത് വേണ്ട സുരക്ഷാ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ മോഷ്ടാക്കൾ ഒരു ദിവസം കൊണ്ടൊന്നും ആയിരിക്കത്തില്ല. ഒരു മാസം നീണ്ട പഠനത്തിന് ശേഷമായിരിക്കും ഇവിടം ചാടിക്കടന്നത്. ഇതുവഴിയാണ് അവർ ചാടിക്കടന്നെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഈ മതിലെ ചവിട്ടിയാൽ നമുക്ക് നേരെ തൊട്ടിവിടെ എല്ലാം പകല് തന്നെ നമുക്കറിയാം അവിടെ കാടാണ്. അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ മുകൾ വഴിയാണ് ഇവർ കടന്ന് ഈ വീടിലെത്തിയത്. 21 നമ്പർ വില്ലയിലാണ് മോഷ്ടാക്കൾ എത്തിയെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ചുറ്റും സമീപത്തും എല്ലാം ഇവിടെ പകല് പോലും ഒളിച്ചിരുന്നാൽ കാണത്തില്ല, കാടാണ്. ഇപ്പം ഇവിടെ ഈ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കായിട്ടിരിക്കുന്നത് അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവിടെ ക്യാമറയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിലെ ആൾക്കാരൊക്കെ കടന്നു വന്നാൽ പോലും അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് വില്ലയുടെ തൊട്ട് പുറകിലേക്ക് വരാൻ പറ്റുന്ന ഒരു വഴിയെന്ന് പറയുന്നത്. ഈ ഫ്ലാറ്റിൻ്റെ പുറകുവശമാണ്. ഈ പരിസരം മുഴുവൻ നല്ല കാടാണ്. ഇതുവഴിയാണ് മോഷ്ടാക്കൾ കടന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് നായൊക്കെ ഇവിടെ കൊണ്ടുവരികയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഏറെക്കുറെ 5 പേരടങ്ങുന്ന ഉത്തരേന്ത്യൻ സംഘമാണ് മോഷ്ടാക്കളെന്നാണ് പറയുന്നത്. അവരുടെ മുഖം ഒരുപാട് ക്യാമറയിൽ പതിഞ്ഞെങ്കിലും മുഖം ദൃശ്യമല്ല. മുഖം മറച്ചതായിട്ടാണ് ക്യാമറയിലൊക്കെ കാണുന്നത്. അതുതന്നെയല്ല, മാങ്ങാനം പ്രദേശത്ത് ഈ കഞ്ഞിക്കുഴിയിൽ നിന്നുള്ള മുഴുവൻ CCTV ക്യാമറകളും പോലീസ് ചെക്ക് ചെയ്തപ്പോഴത്തേന് പല രൂപത്തിലും ഭാവത്തിലുമാണ് ഈ മോഷ്ടാക്കളെ കാണാൻ സാധിച്ചത്. എന്നാൽ മോഷണം നടന്ന് 10-20 ദിവസമായിട്ടും ഇവരെപ്പറ്റി യാതൊരു തുമ്പും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല.
അസാമാന്യ ധൈര്യവും മെയ്വഴക്കവും ഉള്ളവരാണ് ഈ കള്ളന്മാരൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്ത് സെൻട്രൽ ജയിലിൻ്റെ മുകളിൽ വെച്ച് ഒരു കള്ളൻ ചാടിയത് നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു കാണും. ഏറെക്കുറെ 2 ആൾ പൊക്കത്തോളമുള്ള മതിലും അതിന് മുകളിലെ കമ്പിയും, ഇതാണ് സെൻട്രൽ ജയിലിലെ കമ്പി ഉണ്ടോ, ഇതിൻ്റെ മുകളിൽ കൂടെ ചാടിയെന്ന് പറയുമ്പോഴത്തേന് അവരെയൊക്കെ നമ്മൾ പേടിക്കേണ്ടവരാണ്. മോഷ്ടാക്കൾ വന്ന വഴി നിങ്ങളെ കണ്ടു കാണുമല്ലോ. ഈ സമയത്ത് ആ വില്ലയിൽ ഏതായാലും ഭാഗ്യം കൊണ്ട് സ്വർണ്ണമാ പോയെന്ന് പറഞ്ഞു. എങ്കിലും ഒരു കൊലപാതകങ്ങളോ മറ്റോ, നമുക്കറിയാം തിരുവാതിക്കലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളി ഒരു രാത്രി പുലർന്നപ്പം നമ്മൾ കോട്ടയംകാരൊക്കെ ഞെട്ടിയതാണ് തിരുവാതിക്കല സംഭവം. ഇതൊക്കെ നടത്തിയത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരാഴ്ചയോളം ആ വില്ലയുടെ പരിസരത്തും കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്ത് പലരോടും ഈ കാര്യങ്ങൾ ക്യാമറ വിഷ്വൽസ് ഒക്കെ തിരക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഇതുപോലെയുള്ള ഈ സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടക്കുന്നത്. മാങ്ങാനത്ത് തന്നെയല്ല, നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഒരു രാത്രിയല്ല, എത്ര ദിവസം കള്ളന്മാർക്ക് വേണമെങ്കിലും ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും. നമുക്കിതൊക്കെ തെളിച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ. അതിനൊന്നും ആർക്കും സമയമില്ല, എല്ലാവരും തിരക്കിലേക്ക് ഓടുകയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴത്തേനാണ് നമുക്ക് ഇതിനെപ്പറ്റി ചൂടുണ്ടാകുന്നത്. ഇപ്പം ഈ വില്ലയിൽ നടന്ന മോഷണമാണ്. ഒരു കൊലപാതകം നടന്നിരുന്നെങ്കിൽ ഈ 1 മാസമായിട്ടും പോലീസിന് തുമ്പ് കിട്ടുന്നില്ലെന്ന് പറയുമ്പം നമ്മൾ പേടിക്കണ്ടേ? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ പേടിക്കണം നമ്മുടെ നാട്ടിൽ. അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നെറ്റിലൊക്കെ ഒരുപാട് വീഡിയോകളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടപ്പോഴത്തേന് കൂടുതലും ഈ മോഷ്ടാക്കൾക്ക്, അതായത് ഉത്തരേന്ത്യൻ സംഘം എന്ന് പറയുന്നു, അതുപോലെയുള്ള സംഘങ്ങൾക്ക് ഇവിടുത്തെ വിശദമായ വിവരങ്ങൾ ചൂണ്ടിക്കൊടുക്കുന്ന ആൾക്കാർ, അത് നമ്മുടെ ഈ തെരുവോരങ്ങളിൽ നടക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും സാധനം വിൽപ്പനയായിട്ട് വരുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കാം ഇവർ ഇതുപോലെ ഒരു മോഷണത്തിന് പ്ലാൻ ചെയ്തെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. കാരണം ഈ വില്ലയിൽ ഇവർ പുറകുവശത്തൂടെ കയറിയെങ്കിൽ പോലും ഈ വില്ലയിലെ ഈ 2 പേര് ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു അമ്മയും മകളുമാണ്. ഇവർ 2 പേരും ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്താണ് ആ വില്ലയിൽ ഈ മോഷ്ടാക്കൾ കയറുകയും ഈ സ്വർണം കൊണ്ടുപോവുകയും ചെയ്തത്. എന്നാൽ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ സെക്യൂരിറ്റി ഉണ്ട്, പിടി വീഴുമെന്ന് ഇവർക്കറിയാം. എന്നാൽ പുറകുവശം അവർ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി ഇത് മനസ്സിലാക്കിയത് അതുപോലെ പ്ലാൻ ചെയ്തുമാണ് ഈ മോഷ്ടാക്കൾ ഈ വില്ലയിൽ എത്തിയത്. അപ്പോൾ ഇവർ ആ സമയത്ത് ഹോസ്പിറ്റലിലോട്ട് പോയ സമയം എന്ന് പറയുന്നത് അതെങ്ങനെ ഇവർക്ക് മനസ്സിലായി എന്നുള്ളതൊരു വലിയൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്തായാലും മോഷണം നടന്നു. പ്രതികളെ തപ്പി പോലീസ് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇപ്പം ഏറെക്കുറെ 10-20 ദിവസമായി ഇതുവരെ ഈ പ്രതികളെ പറ്റി ഒരു വ്യക്തമായ ഉടൻ വലയിലാകും എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിപ്പോൾ സെൻട്രൽ ജയിലിലെ നിങ്ങളെ കാണിച്ചതാണ്. അവൻ അവിടുന്ന് ചാടിയിട്ട് അവനെ കിട്ടുന്നത് ആസാമിൽ പോയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പോയി പിടിച്ചുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞു. അവിടുത്തെ പോലീസാണ് പിടിച്ചത്. ഇവരെ ഹാൻഡ് ഓവർ ചെയ്ത് ഈ പോലീസ്, നമ്മുടെ കേരള പോലീസ് കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയുള്ള സ്ഥലത്ത് കൊണ്ട് ഈ 12 മണിക്കൂർ കൊണ്ട് ഇവൻ നമ്മുടെ നാട് വിട്ടു പോവുകയാണ്. പിന്നെ ഇവന്റെ നാട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അതാണ് ഇതുവരെ നമ്മുടെ ഒരു കൊലപാതകം നടന്നാലും 12 മണിക്കൂർ മതി ഇവനൊക്കെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ നാടുകളിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു കൂട്ടായ്മയാണ്. കാരണം ഈ പുതുപ്പള്ളിയിലും മാങ്ങാനത്തുമൊക്കെ ഇപ്പോൾ ഒരുപാട് അസോസിയേഷനൊക്കെ തുടങ്ങി. അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് ഈ മോഷ്ടാക്കളായിട്ട് വരുന്നവർ, ഈ ഭിക്ഷാടനമൊക്കെ ആയിട്ട് വരുന്നവരാണ് ഈ പിന്നീട് മോഷ്ടാക്കളായിട്ട് മാറുന്നത്. അപ്പം അവരൊക്കെ ഒരു വാർഡിലോട്ടൊക്കെ വരുമ്പം വ്യക്തമായിട്ട് പരിചയമില്ലാത്ത ആരെ കണ്ടാലും ഒന്ന് ചോദിക്കുക, ഇവരെന്തിനു വന്നു. ജസ്റ്റ് നമ്മുടെ കയ്യിലെല്ലാം ഫോണുണ്ട്, ഇവരുടെയൊക്കെ ഒരു ഫോട്ടോ എടുക്കുക, അല്ലെ മൊബൈലിൽ എടുക്കുക. നമ്മുടെ തലപ്പാടിലെ ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലേ, വീട്ടിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ്, കള്ളിന് വേണ്ടി നടക്കുന്നതാണ്. പക്ഷേ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ നമുക്ക് ഊണിലും ഉറക്കത്തിലും പേടിക്കണം. കാരണം അവരാണ് ഇന്ന് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി അവരൊക്കെ ചെയ്തിരിക്കുന്ന കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗീയവും പൈശാചികവുമായി നമ്മളൊന്നും കണ്ടിട്ടും ഇതുവരെ കേൾക്കാത്ത പോലെ, സിനിമയിൽ പോലും കാണാത്ത വയലൻസ് രംഗങ്ങളാണ് ഇവർ ആവർത്തിക്കുന്നത്. അപ്പം നമ്മൾ പേടിക്കേണ്ടതാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ പറയുക.